നടനുമായ ബാലചന്ദ്ര മേനോനെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ഇൻഫോ പാർക്ക് സൈബർ പോലീസ് നടി മീനു മുനീറിനെ അറസ്റ്റ് ചെയ്തു. ശേഷം ജാമ്യത്തിൽ വിട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട കാലയളവിൽ നടി മീനു മുനീർ ബാലചന്ദ്ര മേനോനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. മീനു മുനീറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു. കൂത്തുപറമ്പ് വെടിവയ്പിൽ ഡിജിപി റവാഡ ചന്ദ്രശേഖറിന് പങ്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൂത്തുപറമ്പ് വെടിവയ്പ് നടത്തിയത് UDF സർക്കാരാണ്. സംഭവത്തിന് 2 ദിവസം മുൻപ് മാത്രമാണ് റവാഡ ചന്ദ്രശേഖർ IPS ഉദ്യോഗസ്ഥനായി ചുമതലയേൽക്കുന്നത്. ആന്ധ്രക്കാരനായ അദ്ദേഹത്തിന് കണ്ണൂരിന്റെയോ തലശ്ശേരിയുടെയോ ഭൂമിശാസ്ത്രമോ രാഷ്ട്രീയമോ മനസ്സിലായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ കൂത്തുപറമ്പിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് 6 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. കൂത്തുപറമ്പ് മാങ്ങാട്ടിടം ഓയിൽ മില്ലിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നുമാണ് ബോംബ് കണ്ടെത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് കൂത്തുപറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബോംബുകൾ കണ്ടെടുത്തത്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തുകയും ബോംബ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നുവെന്ന് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. CRRT, ആന്റിബയോട്ടിക് തുടങ്ങിയ ചികിത്സ തുടരാനാണ് മെഡിക്കൽ ബോർഡ് നിർദ്ദേശം. ആവശ്യമെങ്കിൽ ചികിത്സയിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്തുമെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു. പത്തനംതിട്ട കോന്നി കുമരംപേരൂരിലെ കാട്ടാനാക്രമണത്തിൽ 8 വനം വകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. കാട്ടാനയെ തുരത്തുവാനുള്ള ദൌത്യത്തിനിടയിലാണ് ജീവനക്കാർക്ക് നേരെ ആക്രമണമുണ്ടായത്. കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങുന്നത് പതിവായതോടെയാണ് വനം വകുപ്പ് ആനയെ തുരത്തുവാനുള്ള ദൌത്യം തുടങ്ങിയത്. വിവിധ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ നിന്നായി 64 ജീവനക്കാരാണ് ദൌത്യത്തിൽ പങ്കെടുത്തത്. നടൻ മമ്മൂട്ടിയുടെ ജീവിതം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇനി പഠിക്കും. 2ാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മേജർ ഇലക്ടീവായ മലയാള സിനിമയുടെ ചരിത്രത്തിലാണ് മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മമ്മൂട്ടി ഇടം പിടിച്ചത്. ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. തെലങ്കാനയിൽ മരുന്ന് നിർമ്മാണ ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 44 തൊഴിലാളികൾ മരിച്ചു. സംഗറെഡ്ഡി ജില്ലയിലെ സിഗച്ചി ഫാർമ കമ്പനിയിലായിരുന്നു സ്ഫോടനം നടന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുവാൻ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കമ്പനിക്ക് നിർദ്ദേശം നൽകി. അമേരിക്കയും ഇസ്രയേലും കനത്ത വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെ ചൈനയിൽ നിന്ന് ഇറാൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാനൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ചൈനീസ് ചെങ്ദു J-10C ഫൈറ്റർ ജെറ്റുകളാണ് ഇറാൻ വാങ്ങാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. റഷ്യയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടുകൂടിയാണ് ചൈനീസ് ജെറ്റുകൾ വാങ്ങാൻ ഇറാൻ തീരുമാനിച്ചത്. അപകടത്തിൽ നിന്ന് തലനാടിരിക്കെ രക്ഷപ്പെട്ട എയർ ഇന്ത്യ വിമാനം ദില്ലി വിയാന എയർ ഇന്ത്യ വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ അപകടത്തിലേക്ക് നീങ്ങിയത്. ഉയർന്നു പൊങ്ങിയ ശേഷം വിമാനം 900 അടിയിലേക്ക് വീണു. പിന്നീട് നിയന്ത്രണം വീണ്ടെടുത്ത് സുരക്ഷിതമായി പറക്കുകയായിരുന്നു. അന്വേഷണ വിധമായി പൈലറ്റുമാരെ മാറ്റി നിർത്തിയെന്ന് എയർ ഇന്ത്യ അറിയിച്ചു.